ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ അല്ലേ. കണ്ടിട്ട് എൻ്റെ ബാക്കിൽ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ. അപ്പം നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം. ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് എല്ലാവരും പ്ലം കേക്ക് ഒക്കെ ആണല്ലോ കഴിക്കുന്നത്. അപ്പം ഞാനും വിചാരിച്ചു ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പം നമുക്ക് പ്ലം കേക്കിൻ്റെ വീഡിയോയിലോട്ട് പോയാലോ. പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും എടുക്കാം. ഇപ്പം കുറച്ച് ഡേറ്റ്സും കാഷ്യൂനട്ടും പിസ്ത ബദാം അങ്ങനെ എന്താണ് നമുക്ക് വീട്ടിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കാം. ഞാനതെല്ലാം കൂടി കട്ട് ചെയ്ത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ചെറിയ അടപ്പ്, അതായത് ചെറിയ ഗ്ലാസിൻ്റെ ഇത് വരാം, അതിൽ ഞാൻ കുറച്ച് റമ്മും കൂടി അതിലോട്ട് ഒഴിച്ച് ഒരു 1 വീക്ക് ഞാനതൊന്ന് അടച്ച് വച്ചിട്ടുണ്ട്. അതൊന്ന് സോക്ക് ചെയ്ത് വരാനായിട്ട് ഞാനതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് നോക്കാം. ഒരു 150 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് മെൽറ്റ് ആയതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊന്ന് ചെറിയ സ്പീഡിൽ വേണം ഇട്ട് ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് 1 കപ്പ് ഷുഗർ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഷുഗറും ബട്ടറും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഒരു 4 മുട്ട ചേർത്ത് കൊടുക്കാം. ഓരോ മുട്ടയായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 മുട്ട ഒഴിച്ച് കുറച്ചൊന്ന് ബീറ്റ് ചെയ്ത് അടുത്ത മുട്ട, അങ്ങനെ 4 മുട്ട ഞാനൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു ക്രീം രൂപത്തിൽ ഇതെല്ലാം കൂടി പഞ്ചസാരയും ബട്ടറും മുട്ടയും കൂടി ഒന്ന് ബീറ്റായി കിട്ടണം. അതിനുശേഷം ഒരു ചെറിയ സ്പൂൺ വാനില എസൻസ് അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ ഷുഗർ വെച്ച് കാരമൽ സിറപ്പ് ഉണ്ടാക്കാം. ഒരു ഫ്രൈ പാനിൽ 1 കപ്പ് ഷുഗർ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഷുഗർ ചെറിയ തീയിലാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് വരും. അതിനോടൊപ്പം ഒരു ചെറിയ കപ്പ് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് കാരമൽ സിറപ്പാക്കി എടുക്കുക. ആ ബ്രൗൺ കളർ സിറപ്പാണ് നമുക്ക് ആവശ്യം. അത് ആക്കി മാറ്റി വെച്ച ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. ഒരു 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് മൈദ എടുത്ത് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു 1.5 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു അരിപ്പയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാലും മതി. ഞാനിത് അരിച്ച് വെച്ച മൈദ ആയതുകൊണ്ട് 1 സ്പൂൺ വെച്ചിട്ടാണ് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇതിനോടൊപ്പം പ്ലം കേക്കിന് പട്ടയും ഗ്രാമ്പും കൂടി പൊടിച്ച ഒരു പൊടിയും കൂടി ചേർക്കാം. 1 സ്പൂൺ പട്ട പൊടിച്ച പൊടിയും കൂടി ചേർക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഫ്ലേവർ ആണ് പ്ലം കേക്കിന് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബാറ്ററിലോട്ട് കുറേശ്ശെ മാവിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ച ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അവസാനമായി കാരമൽ സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ഇനി നമുക്ക് ബേക്ക് ചെയ്യുന്ന ട്രേയിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. സെറ്റ് ചെയ്തെടുത്ത പാത്രത്തിലോട്ട് നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുമല്ല എന്നാൽ വളരെ ലൂസായിട്ടുമല്ല ഈ പ്ലം കേക്കിൻ്റെ ബാറ്റർ വരുന്നത്. അത് അതിലോട്ട് ഇട്ട് അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. 2-3 പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കുക. അതിന് എയറൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ഞാനിത് ഒരു ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 180-ൽ ഒന്ന് ബേക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഓവനാണ്. ഒരു 30 to 40 മിനിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി വെച്ച് കൊടുക്കാം. ഇപ്പം ഒരു പാത്രത്തിലാണെങ്കിലും വെക്കാം. നമുക്കൊരു ചെറിയ ഫ്രൈ പാനോ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിനകത്തൊരു ചെറിയ വളയം ഒന്നിട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് ഈ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ചൊരു 40 മിനിറ്റ്സ് ബേക്കായി കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഓവനിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു 40 മിനിറ്റ്സ് ആകുമ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും. ഞാൻ ഓവനിലോട്ട് വെച്ച് കൊടുത്തു. ഇനി നമുക്കൊരു 40 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. മിനിറ്റ്സായി കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. സൈഡിലുള്ള ബട്ടർ പേപ്പർ എല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പീസായിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ എന്തായാലും വൈനും കേക്കും ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങളാണല്ലോ. ക്രിസ്മസിന് വൈനും കേക്കും ഇല്ലാണ്ട് എന്താ ആഘോഷം? അപ്പോൾ നമ്മൾ എന്തായാലും ക്രിസ്മസ് ആയിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിനൊന്നും വലിയ സമയമൊന്നും വേണ്ട. എല്ലാം കൂടി ഒരു 1.5 മണിക്കൂറുണ്ടെങ്കിൽ ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് ഞാൻ കട്ട് ചെയ്തു. നല്ല ഡേറ്റ്സും നട്ട്സും ഒക്കെ അതിനകത്ത് നിറഞ്ഞിരിപ്പുണ്ട്. ഇനി ഓരോ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇതൊരു പ്ലേറ്റിലോട്ട് ഞാൻ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ആയിട്ട് കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.